നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 24. അങ്ങനെ ഇന്നത്തോടുകൂടി ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. നിലവിൽ യുഎസിൽ നിലനിന്നിരുന്ന 10% ഗ്ലോബൽ താരിഫ് ഇന്ന് യുഎസ് ഈസ്റ്റേൺ ടൈം വെളുപ്പിനെ 12:01 അവസാനിക്കാനിരിക്കെ, അഥവാ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:31 ഇന്നലെ രാത്രി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും നിർബന്ധിത തൊഴിൽ സംബന്ധിച്ചുള്ള ആശങ്കകളുടെ പേരിൽ ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്ക് മുകളിൽ 10% താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഡ് ലേബറുമായി അനുബന്ധിച്ചുള്ള താരിഫ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഒരുപക്ഷെ യുഎസിലെ നിയമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് താരിഫ് പിരിക്കാനുള്ള ട്രംപിന്റെ ഓരോരോ നടപടികളാണിതൊക്കെ. അതല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ആൾക്കാർക്ക് ആവശ്യത്തിന് തൊഴിലില്ലാതിരിക്കുന്ന ഒരു അവസരത്തില് നിർബന്ധിച്ച് തൊഴിലാളികളെ പണിയെടുപ്പിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചില്ലതാനും. ഇനി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു കഴിയുമ്പോൾ തുടർച്ചയായിട്ട് ഇന്നലെ 13ാമത്തെ രാത്രിയിലും യുഎസിന്റെ ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുക തന്നെയാണ് ചെയ്തതും. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ NTPC, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ശ്രീറാം ഫൈനാൻസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ്, ACC, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ദാൽമിയ ഭാരത്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ജിന്ദാൽ സ്റ്റീൽ, ഡോക്ടർ ലാൽപത് ലാബ്, ലോധ ഡെവലപ്പേഴ്സ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, REC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, വെൽസ്പൺ കോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 23,800 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,650, 23,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ ഈ ലെവലുകളും നിഫ്റ്റിക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ 23,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ടുള്ളൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ കൂടി തന്നെയാണ്. എങ്കിലും ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനി അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്ന ലെവലിലും തുടർന്ന് 24,100 എന്നീ ലെവലിലും അതിശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ടും വന്നേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഇവന്റുകളും ലോക്കലിയോ അല്ലെങ്കിൽ ഗ്ലോബലിയോ നിലനിൽക്കുന്നതുമില്ല. തുടർച്ചയായി ഇന്നലെ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് തുടരേണ്ടതായിട്ട് വരിക മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 2,929.23 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ശക്തമാക്കിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 2,947.14 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് നടത്തുകയും ചെയ്തത്. ഇന്ന് കാലിബർ മൈനിങ്സ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ IPOയുടെ ലിസ്റ്റിംഗ് നടക്കാനുണ്ട്. മെയിൻ ബോർഡിലേക്കാണ് IPO ലിസ്റ്റ് ചെയ്യപ്പെടുക. ഭാരതി എയർടെൽ, ഹീറോ മോട്ടോർ കോർപ്പ്, ഡിവിസ് ലാബോറട്ടറീസ്, അബോട്ട് ഇന്ത്യ, അഡ്വാൻസ്ഡ് ഇൻസ്മി ടെക്നോളജീസ്, ബഗേരിയ ഇൻഡസ്ട്രീസ്, ബിർള കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണ് ഇന്ന്. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 2%, HDFC ADRന് 0.25%, ICIC ബാങ്കിന് 0.25%, ഇൻഫോസിസിന് 2.5%, വിപ്രോയ്ക്ക് 1.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് മാത്രമേ 3.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെയും US മാർക്കറ്റുകൾക്ക് ഇടിവ് തുടരേണ്ടതായിട്ട് വരിക മാത്രമല്ല, ശക്തമായ ഇടിവ് തന്നെയാണ് നേരിടേണ്ടി വന്നതും. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് മാഗ്നിഫിക്കന്റ് 7 സ്റ്റോക്കുകളായ ആൽഫബറ്റും ടെസ്ലയും അവയുടെ Q2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ചെങ്കിലും നിക്ഷേപകരെ ഇംപ്രസ് ചെയ്യുവാനായില്ല. മാത്രമല്ല, ബിഗ് ടെക് ഏർണിംഗ്സുകൾ AI സ്പെൻഡിംഗിൽ ഉയർത്തിയ ആശങ്കകളും ഇന്നലെ US മാർക്കറ്റുകളെ പിന്നോട്ട് വലിച്ചു. ഇതിനെല്ലാം പുറമെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയും അത് എണ്ണയുടെ വില ശക്തമായ ഉയർച്ചയിലേക്ക് നയിച്ചതിന്റെ ഫലമായിട്ട് S&P 500ന് 1.25%, നാസ്ഡാക്കിന് 2.25% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു 3 യൂറോപ്യൻ മാർക്കറ്റ്സും നേട്ടത്തോടു കൂടിയിട്ടായിരുന്നു ട്രേഡിംഗ് നടത്തി
നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞതിനെ തുടർന്ന് 3 മാർക്കറ്റുകൾക്കും ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 1.25%, ജർമ്മൻ മാർക്കറ്റിന് 1.5%-ലേറെയും ഇടിവ് നേരിട്ടു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2.25%-അടുത്തും കൊറിയൻ മാർക്കറ്റ് 3%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വില $100 മുകളിലേക്ക് കടന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $100.46 ക്രൂഡ് ഓയിലിന്റെ വില $92.06 പെർ ബാരൽ നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $4049.62 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ തുടർന്ന ഇടിവിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCRൽ നേരിയ തോതിലുള്ള ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 0.68 എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. തുടർച്ചയായി ഇന്നലെ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും തുടർന്ന ഇടിവിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുമുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 45.36 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 23,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,850 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഷാഡോ ഫാക്സ് ടെക്നോളജീസ് സ്റ്റോക്കിൽ നിന്നും 1000 കോടി രൂപയിലധികം ഓഹരികൾ ബ്ലോക്ക് ഡീലുകൾ വഴി വിറ്റഴിക്കുവാൻ 8 റോഡ്സ്, ഫ്ലിപ്കാർട്ട്, കൊറിയയിലെ IMM ഇന്ത്യ ഫണ്ട് എന്നിവ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. 197 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ് ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതും. കോഫോർജ് ന്യൂറോൺ എന്ന AI ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പനി അവതരിപ്പിച്ചു. ഒസ്വാൾ പംപ്സ് വാല്യൂ ക്വസ്റ്റ് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള VQ ഫാസ്റ്റർ ഫണ്ട് ഒസ്വാൾ പംപ്സിലെ 0.52% സ്റ്റേക്ക് അഥവാ 5.98 ലക്ഷം ഷെയർസ് 343 രൂപ 61 പൈസ പെർ ഷെയർ നിലയിൽ 20.54 കോടി രൂപയ്ക്ക് ബൾക്ക് ഡീൽ വഴി വിറ്റു. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഇൻഫോസിസ് പ്രോഫിറ്റില് 12.2%-യും റവന്യൂവില് 14%-യും വർധനവ് രേഖപ്പെടുത്തി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 2,176.3 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 238 കോടി രൂപയുടെ ലോസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തതും. റവന്യൂവില് 19.9%-ന്റെ വർധനവും രേഖപ്പെടുത്തി. മീഷോ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 289.3 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ ലോസ് കുറച്ചുകൊണ്ട് 132.8 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവില് 48.3%-ന്റെ വർധനവും രേഖപ്പെടുത്തി. മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് പ്രോഫിറ്റില് 9.6%-ന്റെയും റവന്യൂവില് 25.1%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സയന്റ് പ്രോഫിറ്റില് 32.3%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 21.3%-ന്റെ വർധനവും രേഖപ്പെടുത്തി. അതർ ഇൻകത്തിലും 90.1%-ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയതും. സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രോഫിറ്റില് 113.1%-ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 27.8%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സോന BLW പ്രിസിഷൻ പ്രോഫിറ്റില് 46.7%-ന്റെയും റവന്യൂവില് 52.4%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. NIIT ലേണിംഗ് സിസ്റ്റംസ് പ്രോഫിറ്റില് 16%-ന്റെയും റവന്യൂവില് 25%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഓറിയന്റ് സിമെന്റ് പ്രോഫിറ്റില് 62.4%-ന്റെയും റവന്യൂവില് 30.3%-ന്റെയും ഇടിവ് റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.